എന്തായാലും കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിനെ അഭിനന്ദിക്കുന്നു. വൈകിയാണെങ്കിലും അയൽക്കാർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന് അയൽക്കാർ എന്ന് പറഞ്ഞാൽ ചൈനയാണ് ഉദ്ദേശിക്കുന്നത്. ചൈനയാണല്ലോ നമ്മൾ ഇപ്പോൾ വെല്ലുവിളിക്കേണ്ടി വരുന്നത്, അമേരിക്ക ഉൾപ്പെടെ വെല്ലുവിളിക്കേണ്ടി വരുന്നത്. പാകിസ്ഥാൻ പാപ്പരായി തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്, അഫ്ഗാനിസ്ഥാൻ വേറൊരു വരവുമായി, ശ്രീലങ്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അയൽ രാജ്യങ്ങൾ. ചൈന വൻ കുതിപ്പ് നടത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളായിരുന്നു DeepSeek എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം. ലോകത്തിൻ്റെ ഭാവി AIയിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. അതിൻ്റെ പ്രായോഗികമായ ഇടപെടൽ നടപ്പാക്കൽ ഇതിലാണ്. ലോകം നാളെ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അവിടെ ചൈന ബഹുദൂരം മുന്നിലേക്ക് പോയ കഥ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഥയല്ല കാര്യം. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നു, അടുത്ത 10 മാസത്തിനുള്ളിൽ ചൈന ഡെവലപ്പ് ചെയ്ത DeepSeekന് സമാനമായ സംവിധാനങ്ങൾ, AI മോഡ്യൂള് നമ്മൾ ഇന്ത്യയിൽ നടപ്പാക്കും. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. ചൈനയുടെ ഈ നേട്ടത്തെ, DeepSeekൻ്റെ നേട്ടത്തെ കേന്ദ്ര IT മന്ത്രി പുകഴ്ത്തുകയും ചെയ്തു. ചൈന ഒരു വലിയ നേട്ടമാണ് നേടിയത്. കാരണം എന്താണ്, അമേരിക്കൻ ഓഹരി വിപണി മാത്രമല്ല, ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇന്ത്യൻ IT കമ്പനികളുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു. അമേരിക്കയിൽ ഈ പറയുന്ന, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലും, അവിടുത്തെ പ്രമുഖ IT കമ്പനികൾ, ഗൂഗിള്, മെറ്റ, ഫേസ്ബുക്ക്, മെറ്റ തുടങ്ങി പല സ്ഥാപനങ്ങളും വൻ തകർച്ച നേരിട്ടപ്പോൾ, $1 ട്രില്യൺ മുകളിൽ നഷ്ടം നേരിട്ടപ്പോൾ ഇന്ത്യയിലെ IT കമ്പനികൾക്ക് അതിൻ്റെ പരിക്ക് കിട്ടി. ഇവിടുത്തെ TCS ഉൾപ്പെടെയുള്ള IT കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിഞ്ഞു. അമേരിക്കയിൽ ഇടിഞ്ഞതിൻ്റെ അത്രയും ഇടിഞ്ഞില്ല. അതിൻ്റെ സൂചന എന്താണ്? ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പണി കിട്ടും, ചൈനയുടെ പണി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ച കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഞങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, TCS ഉൾപ്പെടെ ഇന്ത്യയിലെ IT കമ്പനികൾ AI ഗവേഷണത്തിൽ DeepSeekനെ വെല്ലുവിളിക്കാവുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ, വികസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ AI ചിപ്പുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ 10 മാസത്തിൽ അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ DeepSeekന് സമാനമായ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലും നമുക്ക് നടപ്പാകും എന്നാണ് അദ്ദേഹം അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത്. അഭിനന്ദിക്കുന്നു, കേന്ദ്രമന്ത്രിയെ അഭിനന്ദിക്കുന്നു, വൈകിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചതിന്. എന്താ ഇത്രയും വൈകിയത്? അമേരിക്കയുടെ ചാറ്റ് GPTയെ വെല്ലുവിളിച്ചുകൊണ്ട് DeepSeek ലോകം കീഴടക്കിയപ്പോൾ ആണ് ഇന്ത്യ ഉണരുന്നത്. നമ്മൾ മഹാകുംഭമേളയും മറ്റ് പരിപാടികളും ഒക്കെ നടത്തി അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഹിന്ദുത്വ മഹാകുംഭമേളയെ രാഷ്ട്രീയവൽക്കരിക്കുക. ഒരു എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പരിപാടിയെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മഹാകുംഭമേളയെ ഇത്രയും നാണം കെട്ട രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേറെയുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. ടെലിവിഷൻ ചാനലുകളിൽ മലയാളത്തിൽ ഉൾപ്പെടെ പരസ്യ പ്രചാരങ്ങൾ നൽകി 40-45 കോടി ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, മഹാകുംഭമേള. അവിടെ ഉണ്ടായ ദുരന്തം 30 പേർ സമാധിയായി എന്നാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനം. അപകടത്തിൽ മരിച്ചു എന്നല്ല, 30 പേർ സമാധിയായി, മോക്ഷം കിട്ടി. ബാക്കി മോക്ഷം കിട്ടാൻ വേണ്ടി കയ്യും കാലും ഒടിഞ്ഞവരും പരിക്കേറ്റവരും പേഴ്സും എല്ലാം നഷ്ടപ്പെട്ടവരും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോഴും കുംഭമേളയിൽ പ്രയാഗില് ഇപ്പോഴും അവിടെ ട്രാഫിക് ബ്ലോക്കേഡാണ്. നമ്മുടെ രാജ്യം ഏറ്റവും നാണം കെട്ട ഒരു മഹാകുംഭമേളയല്ലേ നടന്നത്? കൂട്ടി പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചൈന നമ്മളെ മറികടന്നു പോകും, ചൈന അമേരിക്കയെ പിന്തള്ളിയ പോലെ. ഇപ്പോഴെങ്കിലും ഉണർന്നു വന്നതിൽ നല്ല കാര്യം. അപ്പൊ എന്താണ് ചെയ്യാൻ പോണത്? ഈ TCS ഉൾപ്പെടെ ഇവിടുത്തെ IT കമ്പനികൾ ഈ കമ്പ്യൂട്ടർ ചിപ്പ്, AI ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ പരിപാടിയാണ്, എളുപ്പമല്ല. സ്റ്റാർട്ടപ്പുകൾക്ക്, IT ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക്
ഈ ചിപ്പ് പെട്ടെന്ന് പിന്നെ വാങ്ങാൻ കഴിയില്ല, അതിന് വലിയ പൈസയാവും. അമേരിക്കൻ കമ്പനികളുടെ, ബഹുരാഷ്ട്ര IT കമ്പനികളുടെ ടെക് ഫീമെൻസിൻ്റെ കുത്തകയാണ് ഈ ചാറ്റ്, ഈ പറയുന്ന GPT ഉൾപ്പെടെ. അതിൽ നിന്ന് കാശുണ്ടാക്കുകയാണ്. നമ്മൾ ചാറ്റ് GTPയിൽ പോയാൽ ഒരു മാസം ഒരു 2000-നടുത്ത് രൂപ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം, കാശ് കൊടുക്കണം. കാശ് കൊടുക്കാതെ അതിൻ്റെ സേവനങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് IT കുത്തകയുടെ കയ്യിലാണ്. അതുകൊണ്ട് അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കുന്നത്. അവിടെയാണ് ചൈനയുടെ വിപ്ലവം. ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സിൽ ഒരു പൈസയും ചിലവില്ലാതെ ലോകം മുഴുവൻ ഡീപ് സീക്കിനെ അങ്ങ് വിളംബരം ചെയ്തു. അവിടെയാണ് അമേരിക്കൻ IT കമ്പനികളും ഇന്ത്യയിലെ IT കമ്പനികളും ഞെട്ടിപ്പോയത്. അപ്പോൾ ഇന്ത്യയിലെ IT കമ്പനികളുടെ മുന്നറിയിപ്പ് കണ്ടുകൊണ്ടിട്ടാവാം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയത്. പേടിക്കേണ്ട, 10 മാസത്തിനകം നമ്മുടെ സംവിധാനം റെഡിയാവും, AI പ്ലാറ്റ്ഫോം റെഡിയാവും. അപ്പോൾ കമ്പ്യൂട്ടർ AI ചിപ്പ് ഉണ്ടാക്കുന്ന വളരെ കോസ്റ്റ്ലി പരിപാടിയാണെന്ന് ബഹുരാഷ്ട്ര കുത്തുകൾ തീരുമാനിച്ചെടുത്ത് അതിൻ്റെ 1/3 ചെലവിലാണ് ചൈനയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനി ഈ സാധനം ഇറക്കിയത്, ഡീപ് സീക്ക് ഇറക്കിയത്. അതിന് ചൈനീസ് സർക്കാരിൻ്റെ വലിയ പിന്തുണയുണ്ട്. ഇവിടെ ഇന്ത്യൻ സർക്കാർ ഇവിടുത്തെ IT രംഗത്ത് ഇത്തരം പരീക്ഷണം നടത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് എന്ത് പിന്തുണ കൊടുക്കുന്നു? ആലോചിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൽ ഒരു കമ്പനിക്കെങ്കിലും ഇങ്ങനെ ഒരു കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാൻ ഈ കേന്ദ്ര IT മന്ത്രിയുടെ അശ്വിനി വൈഷ്ണവിന് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിന് IT മന്ത്രാലയത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോവുക? കുംഭമേള മാത്രം നടത്തിയാൽ മതിയോ? കുംഭമേളയെ ഞങ്ങൾ ആക്ഷേപിക്കുകയല്ല, അത് നടക്കട്ടെ, ഒരു ആചാരം നടക്കട്ടെ. പക്ഷേ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ണു തുറപ്പിക്കലായിരുന്നു ചൈനയുടെ ഡീപ് സീക്ക് എന്ന് ഇപ്പം കേന്ദ്ര IT മന്ത്രി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. നല്ല കാര്യം, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക. ഇന്ത്യയിലെ ഈ IT കമ്പനികളെ കൊണ്ട് ചൈനയെ വെല്ലുവിളിക്കാൻ ഡീപ് സീക്കിനെ പോലെ കുറഞ്ഞ ചെലവിൽ ലോ കോസ്റ്റ് ഡിവൈസ്, അമേരിക്കൻ ഗവേഷണമൊക്കെ കോടികൾ, മില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരും. അവിടെയാണ് ചൈന അത്ഭുതം കാണിക്കുന്നത്. ഏറ്റവും ചെലവ് കുറച്ച് ഉൽപ്പന്നങ്ങൾ, അത് IT ആവട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, നിർമ്മിത ബുദ്ധി ആവട്ടെ, ഒക്കെ ചെയ്ത് ലോക വിപണി കീഴടക്കിയ ഒരു കഴിവ് ചൈനയ്ക്കുണ്ട്. അത് കണ്ടുപിടിക്കാനെങ്കിലും ഇന്ത്യക്ക് ഇത്രയും വൈകണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ AI മോഡല്, ഈ ലാർജ് ലാംഗ്വേജ് മോഡല്, കാരണം നാളത്തെ ഏറ്റവും വലിയ സേവനങ്ങൾ, ഭീഷണികളും, ലോകത്തിന് ഭീഷണിയാണ് AI മറ്റൊരു തരത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അതേസമയം നാളെ ലോകത്ത് ഏറ്റവും സേവനങ്ങൾ ലഭ്യമാക്കുന്ന ടെക്നോളജിയും അത് തന്നെയാണ്. അപ്പം നമുക്കതിനെ അവഗണിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കുഴപ്പങ്ങളെ നിയന്ത്രിക്കുക, അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ സയൻസ്, ശാസ്ത്രം ന്യൂട്രലാണ്. ശാസ്ത്രത്തെ ഗുണപരമായിട്ടോ ദോഷകരമായിട്ടോ ഉപയോഗിക്കുന്നത് ഭരണാധികാരികളുടെ താല്പര്യമാണ്. അപ്പം ടെക്നോളജിയെ ലോകയുദ്ധങ്ങൾക്കും ആയുധ നിർമ്മാണത്തിനും, ടെക്നോളജിയെ സമാധാന പ്രവർത്തനത്തിനും ഒരേപോലെ ഉപയോഗിക്കുക. നമ്മൾ 2 ലോകമഹായുദ്ധം കണ്ടവരാണ്. ടെക്നോളജിയെ എങ്ങനെ വിനാശകരമായിട്ട് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാമെന്നും ഈ ടെക്നോളജിയെ, സാങ്കേതികവിദ്യയെ എങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി എങ്ങനെ ശാസ്ത്രത്തെ ഉപയോഗിക്കാമെന്നും നമ്മൾ പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി ന്യൂട്രലാണ്. ആ ന്യൂട്രലിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി. ഇതിനെ ഗുണപരമായിട്ട് ഉപയോഗിക്കാൻ ഏത് രാജ്യത്തിന് കഴിയുന്നു ആ രാജ്യം രക്ഷപ്പെടും. അതാണ് ചൈന കാണിച്ചു തരുന്നത്. ഇന്ത്യക്ക് പറ്റുമോ എന്നുള്ളതാണ് ഈ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ വന്നപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇത് മുന്നോട്ട് പോട്ടെ. DeepSeekന് ബദലായിട്ട് ഓപ്പൺ സോഴ്സിൽ കാശൊന്നും മുടക്കാതെ എല്ലാ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റ് ഇല്ലാതെ പോലും ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര IT മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ IT കമ്പനികൾ പുറത്തിറക്കട്ടെ. ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ലിനക്സ് മോഡൽ നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലിനക്സ്, ഈ പറയുന്ന കുത്തക IT ഭീമന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അതിന് കാശ് കൊടുക്കണം. അതിനെതിരെ ഒരു ബദൽ സംവിധാനങ്ങൾ കേരളം നടപ്പാക്കിയിട്ട് എത്ര വർഷങ്ങളായി? ലിനക്സ് മോഡൽ, സർക്കാർ ഓഫീസുകളിലൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ലിനക്സ് മോഡൽ.
അതേപോലെ ഒരു വെല്ലുവിളിയാണിപ്പോൾ ചൈനയുടെ ഡീപ് സീക്കിലൂടെ വന്നിരിക്കുന്നത്. ഇത് ഏറ്റെടുക്കാൻ നമുക്ക്, വെല്ലുവിളി സ്വീകരിക്കാൻ നമുക്ക് അതിനുള്ള കോപ്പുണ്ടോ, കയ്യിൽ അതിനുള്ള കോപ്പുണ്ടോ? ഇന്ത്യയിലെ IT കമ്പനികൾ വളരെ മികച്ചവരാണ്. അത് TCS ആയാലും ഇൻഫോസിസ് ആയാലും വിപ്രോ ആയാലും മറ്റ് പല കമ്പനികളായാലും പല സ്റ്റാർട്ടപ്പുകളിലും വളരെ ബുദ്ധിരാക്ഷസന്മാർ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ലോകത്തെ വെല്ലുവിളിക്കാൻ കഴിവുള്ളവരുടെയുണ്ട്. പക്ഷേ അതൊക്കെ ഏകോപിപ്പിച്ച് ചൈന ചെയ്തതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇവിടെ വേണം. മഹാകുംഭമേള മാത്രം പോരാ, കുംഭമേള നടക്കട്ടെ. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മുൻകൈയെടുത്താൽ രാജ്യം കുറെ കൂടി നന്നായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിൽ പറയാൻ.